Yes. மேகம் திறந்து கொண்டு மண்ணில் இறங்கி வந்து மார்பில் ஒளிந்து கொள்ளவா, மார்பில் ஒளிந்து கொண்டால் மாறன் அன்பு வரும், கூந்தலில் ஒளிந்து கொள்ள வரவா, என் கூந்தல் தேவன் தூங்கும் பள்ளி அறையா அறையா, மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா, நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே, உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் நதியே, என் சுவாசம் உன் மூச்சு, உன் வார்த்தை என் பேச்சு, 5-6 நூற்றாண்டு வாழ்வோ என் வாழ்வே. എടി ജെസ്സി, അല്ല ഇവളെന്താ ഇവിടെ ഒന്നും വിളിച്ചു പറഞ്ഞില്ല? അത് തന്നെ, ഇനിയിപ്പോ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവോ? ഏയ്, അതിന് ചാൻസ് കുറവാ. അവളുടെ പാരന്റ്സ് വിടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങനാ? എടാ നോക്കടാ, ഒരു പെണ്ണ്. എടാ എവിടാ? എന്റെ അമ്മേ, ആ ശരിയാണല്ലോ. നീയിപ്പോ വല്ല ടീച്ചറും ആയിരിക്കോ? എന്നാ വേണ്ട, വിട്ടേക്കടാ. ഇനി ഞാനില്ല. എന്റെ ഹൃദയം ചെറുതാടാ, കേട്ടിട്ടില്ലേ ലോല ഹൃദയം? അതാടാ, എല്ലാവരുടെ ഹൃദയം ചെറുതന്നെ. ആ പിന്നെങ്ങനെ ലോല ഹൃദയം? അതിന് വെറുതെ നീ വേദനിപ്പിക്കണ്ടടാ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്കൊന്നും കിട്ടിയത് പോരെ, ഒന്നും മിണ്ടാതിരിട. ദേ അവിടെ നോക്ക് മെൽവിൻ സാറിനെ. അവൻ അപ്പോഴേക്കും നല്ലവനായി. കുജാഫിലി, അവിടെ എന്താ നടക്കുന്നേ? ഈ സാറിന് എന്താ പറ്റിയേ? കുജാഫേലിയോ? അതെന്തുവാ സാധനം? വല്ല കഴിക്കേണ്ടതുമാണോ? പേര് കേൾക്കാൻ സൂപ്പർ ആയിട്ടുണ്ട്, കഴിക്കുമ്പോ ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. അക്ഷയെ പൊട്ടൻ. എടാ കുട്ടി മനോജെ, ജാക്സ, ഫെലിക്സെ, നീട്ടി വിളിക്കാൻ വയ്യടാ. അങ്ങനെ ഷോർട്ടായി വിളിക്കാൻ ഉണ്ടാക്കിയതാ കുജാഫെലിന്ന്. എങ്ങനെയുണ്ട്? എന്ത് പേരാടിത്? അല്ല ഇതെന്താ? അയ്യോ, ഇവളെന്താ ഇങ്ങനെ ചിരിക്കുന്നേ? സോറി, ഞാൻ പെട്ടെന്ന് പേര് കേട്ടപ്പോ. സർ, മേ ഐ? Oh, sorry, get in. താങ്ക് യു സർ. Oh, no mention. അല്ല എന്താ കാര്യം? ആക്ച്വലി സർ, ഞാൻ ന്യൂ ജോയിനർ ആണ്. ഓ, എന്ത് പറ്റി ലേറ്റായി ജോയിൻ ആവാൻ? എനി റീസൺ? സോറി സർ, സം പേഴ്സണൽ ഇഷ്യൂസ്. Okay, you can sit wherever you want. എടാ, ഈ സാർ ഇത് എന്തൊക്കെയാ പറയുന്നേ ആ പെണ്ണിനോട്? അവൾക്ക് ഇഷ്ടമുള്ളടത്ത് ഇരുന്നോന്ന്, അതിലെന്തോ ഒരിതില്ലേ? ഇനിയിപ്പോ സാറിന് ക്രഷ് അടിച്ചിട്ടുണ്ടാവൂടാ. ഒന്ന് പോയടാ. ആരു? ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ, ജെസ്സി. യെസ്, നിങ്ങളൊന്ന് പറഞ്ഞതല്ലേ ഒരാളിവിടെ ഉണ്ടെന്ന്? ആ കുട്ടിയാണല്ലേ ഇത്? ഹലോ, ഞാൻ മമിത. എനിക്ക് ഓർമ്മയുണ്ട്. ഹായ് ജെസ്സി, ഐ ആം ആരോഹി. ഹായ് മമിത. ആരോഹി. എടി ജെസ്സി, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കുക. എന്താടി ഒന്നും പറഞ്ഞേ ഇല്ല വരുന്നത്? ഒന്നും പറയണ്ട, അതൊക്കെ വലിയ കഥയാ. ഞാൻ ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞ് പറഞ്ഞുതരാം. ആ സാറ് നോക്കുന്നുണ്ട്. എടി, നിങ്ങൾക്ക് ഈ കുട്ടീനെയും അറിയോ? അല്ല, നിങ്ങൾക്ക് അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സില്? എടാ, ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ. ഓ, അപ്പൊ പാലക്കാട് ടീം മൊത്തം കുട്ടിയും പറിച്ച് വന്നേക്കുവല്ലേ ഇവിടേക്ക്? ഓ, എവിടെ ഉണ്ടായിരിക്കണ കുരുപ്പേ. Hey students, എന്താ അവിടെ? പിന്നെ ന്യൂ ജോയിനർ കുട്ടി, what is your name? I am Jessie sir. Yes, Jessie, nice name. ഞാൻ കുറച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ നോട്ട്സ് കാര്യങ്ങളെല്ലാം കുട്ടികളോട് ചോദിച്ചാൽ മതി കേട്ടോ.
അല്ലെങ്കിൽ വേണ്ട, ഫ്രീ ആകുമ്പോൾ എന്റെ രാത്രിയിലോട്ട് വന്നാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ? ഓക്കെ സർ. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്. എനിക്ക് വയ്യ. ഈ സാറിന് ഇതെന്താ പറ്റി? അല്ല, ഈ സാറിന് ഇതെന്താ പറ്റി? നമ്മുടെ ജെസ്സിയെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ ഒരു പൈങ്കിളി വർത്താനം. ഇനിയിപ്പം ക്രഷ് മറ്റേ അടിച്ച് കാണോ? എന്താ ജെസ്സി, ഒന്ന് പോയേ കിയാര. അല്ല, റൂഷി ഇന്ന് വന്നിട്ടില്ലേ? റൂഷി ആൽവിൻ സർ വിളിച്ചിട്ട് പോയേക്കുവാ. ദേ റൂഷി വന്നൂലോ. എടി മെൽവിൻ സാർ എന്താ നല്ല ഷൈ ആയിട്ടാണല്ലോ ഇവിടുന്ന് ഇറങ്ങിപ്പോയേ? ചിരിക്കണുണ്ടായിരുന്നു. എനിത്തിങ് ഹാപ്പൻ ഹിയർ? സാർക്ക് ജെസ്സിയോട് എന്തോ ഹാപ്പൻഡ് ആയിട്ടുണ്ടെന്നാ തോന്നുന്നത്. റൂഷി, നീ വന്നോ? ഞാൻ ഇവിടെ ജോയിൻ ആയിടാ. ഓ, അത് പൊളിച്ചു. അപ്പൊ നമ്മുടെ ടീം എല്ലാം എത്തി. എനിക്ക് സന്തോഷമായി. പിന്നെ ആരു മമിത, മീറ്റ് അവർ ഫ്രണ്ട് ജെസ്സി. ഞങ്ങൾ എപ്പോഴും പരിചയപ്പെട്ടു. ആണോ? അപ്പൊ ഓക്കെ. ഇത് പറഞ്ഞില്ല മെൽവിൻ സാർ എന്താ ഷൈ ആയി പോയെന്ന്. എന്താടാ ജാക്സ നീ പറഞ്ഞു വന്നേ? ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ കിയാര സാറിന് നീ പറഞ്ഞ പോലെ ക്രഷ് അടിച്ചെന്നാ തോന്നുന്നേ. ആയിരിക്കും. ക്രഷോ? ആർക്ക്? റൂഷി, നമ്മുടെ മെൽവിൻ സാറിന് ഈ കുട്ടിയോട് ഒരു ഇതുള്ള പോലെ തോന്നി. ഇതോ ക്രഷാണോ അങ്ങ് ഉദ്ദേശിച്ചേ? ആ, അതന്നെ അവനെ ഉദ്ദേശിച്ച്. അയ്യവ, അത് പൊളിച്ച്. നിങ്ങൾ ഒരേ വീട്ടിലാവുമല്ലോ, എന്റെ അനിയത്തിയായിട്ട് വരുമല്ലോ. ഇവളിത് എന്തൊക്കെയാ പറയുന്നേ? അനിയത്തിയാവാന്നോ? ഒരേ വീട്ടിലെന്നോ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ ജെസ്സി നിനക്ക് പറ്റിയേ? ഓ, എന്റെ ജെസ്സി, റൂഷിയുടെ കിളി പോയിരിക്കുക. ഇത് മെൽവിൻ സർ. സാറിനൊരു ബ്രദർ ഉണ്ട്, ഇവിടത്തെ പ്രൊഫസറാണ്. മാത്രമല്ല നമ്മുടെ ക്ലാസ് ഇൻചാർജും കൂടാണ് പുള്ളിയെ കണ്ടപ്പോൾ തൊട്ട് റൂഷി ഫ്ലാറ്റ് സാറിന്റെ പുറകിലാണ് ഏത് ടൈമിലും. അല്ല, അതൊക്കെ പോട്ടെ. റൂഷി, സാർ വിളിച്ചത് എന്തിനാന്ന് നീ ഒന്നും പറഞ്ഞില്ല. അത് ശരിയാണല്ലോ. എന്തായി പോയിട്ട്? എന്തിനാ സാർ വിളിച്ചേ? എന്താ പറ്റിയ കുട്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അത്രയ്ക്ക് കുട്ടിയൊന്നും അല്ലാന്ന്. നീ അങ്ങനെ പറഞ്ഞു? എന്നിട്ട് ബാക്കി പറയേ. ഓ, അവന്റെ ആകാംക്ഷ കണ്ടില്ലേ? എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോ നീ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവടാ. എവിടെന്ന്? സാർ എന്റെ കാണിച്ച കൂട്ടല് കണ്ടിട്ട് പൊക്കിയതാ. അപ്പോൾ സാറ് പിന്നെ കൊറേ ചിരിച്ചു. അല്ല റൂഷി, എന്താ തന്റെ പ്രോബ്ലം? ക്യാൻറ്റീനിലും ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ വല്ലാത്തൊരു നോട്ടാണല്ലോ. ഞാൻ ക്ലാസ് വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തന്റെ ഓരോ നീക്കങ്ങളും ബിഹേവിയറും. അത് കുറച്ച് ഓവർ അല്ലേടോ? സാർക്ക് അങ്ങനെയാണോ തോന്നിയത്? Actually, sir, I want to say something important, and it's not time pass or joking. I'm serious. Alvin, sir. Yes, പറഞ്ഞോളൂ. Sir, I love you. I really love you. Love you so much. Hey, Rushi, you know, I'm your professor. Sir, what? Sir, എന്റെ പ്രൊഫസർ ആണെന്ന് വെച്ച് എനിക്ക് സാറിനെ ഇഷ്ടപ്പെടാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. I'm serious about this case. സി റോഷി, ഇത് എന്തൊക്കെയാ താനീ പറയുന്നേ? ഇതൊക്കെ ഇപ്പൊ തോന്നുന്ന... Sir, please stop it. ബാക്കി ഞാൻ പറയും. ഇപ്പോൾ തോന്നുന്ന ഒരു അട്രാക്ഷൻ ആയിരിക്കും. അതിനൊക്കെ ഇനിയും സമയമുണ്ട് എന്നൊക്കെയല്ലേ? ഞാൻ ഒരിക്കലും സാറിനെ നിർബന്ധിക്കില്ല. സാർ എന്നെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞോണ്ട്. അതും പറഞ്ഞ് ഞാൻ ഗീവ് അപ്പ് ചെയ്യില്ല. സാർ എന്നോട് ഇഷ്ടം പറയുന്നത് വരെ I will try my best. അപ്പോ ഓക്കെ, പോട്ടെ. അരവിച്ചായ ഇതെന്താ ഇവിടെ ഉണ്ടായേ? ഈ കുട്ടി ഇത് എന്തൊക്കെയായി പറയുന്നേ? പിന്നെ അരവിച്ചായ I love you. ഈ കുട്ടി പെണ്ണി കൊണ്ട് പോകുള്ളൂ. ഇതൊക്കെയാ ഇവിടെ നടന്നേ.
ശ്ശോ, എന്റെ അമ്മ, ഏതായാലും റൂഷിയുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. എത്ര സിമ്പിൾ ആയിട്ട് പ്രോബ്ലം ഹാൻഡിൽ ചെയ്തെന്ന് കണ്ടില്ലേ? ശ്ശേ, എനിക്ക് വയ്യ. ഇപ്പോൾ ഇന്റർവെൽ അല്ലേ? വാ, നമുക്ക് കുറച്ച് പുറത്തു പോവാം. എനിക്കൊന്ന് റിഫ്രഷ് ആവണം. എന്താണ് നിനക്ക് പെട്ടെന്ന് മൂഡ് ഓഫ് ആയേ? ഏയ് ഒന്നുമില്ലടാ, ഞാൻ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. നിങ്ങൾ ക്ലാസ്സിൽ കയറിക്കോ. ഈ അവര് ലിസ മാം അല്ലേ? അതെ, ലിസ മാമ. കിയാര, കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങൾ ആരെങ്കിലും കൂടെ നിൽക്കണോ? അവൾ ഒറ്റയ്ക്ക് ഇരിക്കണം എന്നല്ലേ പറയുന്നേ? എങ്കിലും കിയാര, ഞങ്ങളുടെ ഒരു സമാധാനത്തിന് ആരുസേ നീ ഇവിടെ നിൽക്ക്. അത് ശരിയാ, എല്ലാവരും പോയാ എങ്ങനെയാ ശരിയാവുക? അതെ അതെ. എടി, വെള്ളമോ ജ്യൂസ് എന്തെങ്കിലും വേണോ? ഏയ് ഒന്നും വേണ്ടടാ. ടൈമായി, നിങ്ങൾ ക്ലാസ്സിൽ കയറിക്കോ. ഓക്കേ ഡി, ടേക്ക് കെയർ. ആരു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കോട്ടോ. ഓക്കേടാ, നിങ്ങൾ പോയിക്കോളൂ. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. കിയാര പതുക്കെ ആരുന്റെ മടിയിലേക്ക് കിടക്കുന്നു. എന്താടാ പറ്റിയേ? ആരു, എനിക്ക് BTS എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് നിനക്കറിയാലോ? അറിയാം. അതിനിപ്പോ എന്താ? എടാ, എന്താന്നറിയില്ല. എനിക്ക് BTSനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ പറ്റിയെന്നറിയില്ല. വല്ലാത്തൊരു മിസ്സിങ്. എനിക്കറിയില്ലടാ, അത് പറഞ്ഞാൽ നിനക്ക് എത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയ പോലെ ഉണ്ട്. അറിയില്ലടാ, ഞാൻ വളരെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. മോളെ കിയാര, എന്തിനാടാ അനാവശ്യമായി ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? നിനക്ക് എന്താ പറ്റിയെന്ന് നിന്റെ മനസ്സിനറിയാം. ബട്ട് നീ അത് മനസ്സിലാക്കാതെ ചുമ്മാ ജസ്റ്റ് നീ ഒന്ന് റിലാക്സ് ആയി നോക്ക്. ചിന്തിച്ച് പയ്യെ മനസ്സിലാക്ക്. നീ നിന്നോട് തന്നെ ചോദിക്ക്. അപ്പോൾ നിനക്ക് തന്നെ അതിനുള്ള ഉത്തരം കിട്ടും. നിനക്കറിയോ, ഞാൻ വല്ലാതെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ടൈമിലാണ് എന്റെ ഒപ്പമാരെന്നെ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്നെ സ്വയം സ്നേഹിക്കാൻ പഠിപ്പിച്ചത് എന്റെ ഒപ്പമാരാണ്. ഞാൻ അവരെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. അവർ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ നിലയിൽ എത്തിയത്. അതിന്റെ ഒരു അംശം പോലും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും ഡിപ്രഷൻ എന്ന ഒരു വാക്കിൽ കുടുങ്ങി നിൽക്കുക എല്ലാവരും. ശരിക്കും അവരുടെ സ്ട്രഗിൾസ് നോക്കുകയാണെങ്കിൽ അവരൊക്കെ എത്രമാത്രം ഡിപ്രഷൻ അടിക്കണം, എന്തൊക്കെ ചെയ്യണം? നീ ഇപ്പോൾ ഇതെന്തിനാ ഇവിടെ പറഞ്ഞേ? മാത്രമല്ല, അവർ നിന്നെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് മറ്റാരേക്കാളും എനിക്ക് നന്നായി മനസ്സിലാവും. അവരുടെ സോങ്സ് ആണ് ഇപ്പോൾ ഈ പറയുന്ന എന്നെ പോലും പല സങ്കടങ്ങൾ മറക്കാൻ അല്ലെങ്കിൽ എന്റെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാൻ സഹായിക്കുന്നേ. ഞാനിപ്പോൾ ഇതിവിടെ പറഞ്ഞത് എന്നെ പോലെ ഇപ്പോഴും ഇതുപോലെ ഡിപ്രഷൻ എന്ന വാക്കിൽ കുടുങ്ങി കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരും കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മളെക്കാളും ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്ന കുറെ പേർ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള സത്യം. അങ്ങനെയുള്ളവരെ ഉയർത്തെഴുന്നേൽക്കാനാണ് നമ്മുടെ ഒപ്പമാരുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഈവൻ അവരുടെ സോങ്സിൽ പോലും അവർ ഉൾപ്പെടുത്തുന്നത്. എത്ര നല്ല മനസ്സ് അവർക്ക്! നോക്കിക്കേ, അവരെന്നും നന്നായിരിക്കട്ടെ. അവരിലൂടെ മാറിയ അല്ലെങ്കിൽ ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒത്തിരി നല്ല ആർമീസ് ഉണ്ടല്ലോ അവർക്ക് എന്നും ഒരു സപ്പോർട്ടായിട്ട്. എന്റെ കീരിക്കുട്ടിയെയും ഇപ്പോൾ ഈ എന്നെയും പോലെ. പിന്നെന്താ പ്രശ്നം? പിന്നെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ടാവുമല്ലോ. അതുപോലെയാണ് അവരുടെ ജീവിതത്തിൽ സ്ട്രഗിൾസ് ആണ് ഒരു വശമെങ്കിൽ സക്സസ് ആണ് അടുത്ത വശം. അതുപോലെ തന്നെ ശരിയായ രീതിയിൽ അവരെ മനസ്സിലാക്കാത്ത ഹേറ്റേഴ്സ് ആണ് ഒരു വശമെങ്കിൽ ശരിയായ രീതിയിൽ അവരെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന കടലോളം നീണ്ടു കിടക്കുന്ന ആർമീസ് ആണ് അവരുടെ അസറ്റ്. BTS മൈ എവരിതിങ്. ആൻഡ് അതിലൂടെ ഒരുപാട് അറിയുന്നതും അറിയാത്തതുമായ കുറേയേറെ ആർമി ഫ്രണ്ട്സ് അല്ല ഫാമിലീസ് തന്നതെല്ലാം എന്റെ BTSനെ മീറ്റ് ചെയ്തതിന് ശേഷമാണ്. ആ എന്റെ BTS ഒപ്പമാരെ നേരിൽ കണ്ടപ്പോൾ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല അതെങ്ങനെ പറയണമെന്ന്. അല്ലെങ്കിൽ എന്റെ ഒരു ഫീലിങ്സ്
എന്താണെന്ന്. Our dear leader Namjoon Oppa, sweet and cute Minyoongi, our worldwide handsome Jin Oppa, our sunshine, every time smiling J-Hope, and the best example of true friendship എന്താണെന്ന് കാണിച്ചു തന്ന ബെസ്റ്റ് സോൾമേറ്റ് എവർ വി ഒപ്പ ആൻഡ് ജിമിൻഷി. And most wonderful vocalist, our golden magnet, Jungkook Oppa. Yes, Jungkook Oppa. ഇപ്പൊ മനസ്സിലായാലും അവരെ കണ്ടതും എനിക്ക് Jungkook Oppa അല്ല, എന്റെ കുക്കി. എനിക്കറിയില്ല, എനിക്ക് എന്റെ കുക്കിച്ചിനോട് എന്തോ അറിയില്ല, മറ്റുള്ള ഒപ്പമാരോട് തോന്നാത്ത എന്തോ ഒരു ഫീൽ ഉണ്ട്. അരു, I think I am falling in love with our golden magnet. Yeah, I love him madly, deeply. That's why I am missing something. That is my cookie. എടാ, എന്റെ സുന്ദരിയല്ലേ ആ നിക്കുന്നേ? ഓ തന്നെ. ഇവളെന്നാരെന്താ ക്ലാസ്സിൽ കയറിയില്ലേ? കൂടെ വാലുകളെ ഒന്നും കാണുന്നില്ലല്ലോ. ഷോ, എന്റെ ആരും ഉണ്ടല്ലോ. എന്താടാ അവർക്ക്? പയ്യെ വല്ല പ്രശ്നമുണ്ടോ? ക്ലാസ്സിൽ കയറാതെ പുറത്ത് അവർ രണ്ടുപേരും മാത്രം. അതിനെന്തിനാടാ നീ ഇങ്ങനെ ടെൻഷനാവുന്നേ? പെൺകുട്ടികളല്ലേ, അവർക്ക് വല്ല ആവശ്യങ്ങളും കാണും. എന്താടാ രാഹുലേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എടാ കെവിൻ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? അറിയുന്നുണ്ടോ? എന്റെ പെണ്ണിനെ പറ്റി ഇവിടെ ഒരുത്തനും ഒരു വൃത്തികേടും എന്തിന് അത്തരത്തിൽ നോക്കുക പോലും ചെയ്യരുത്. അവൻ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറയുന്നതിന് നീ എന്തിനൊക്കായി ചുമ്മാ ചൂടാവുന്നേ? അത് വീട്. നിന്റെ പെണ്ണ് കറിയാണോ? പിന്നെ എന്റെ ആരുനെയും കണ്ടിട്ട് കരയുന്നത് പോലെയൊക്കെ ഉണ്ടല്ലോ. അങ്ങോട്ട് നോക്ക്, ഇപ്പൊ കെട്ടിപ്പിടിച്ച് ചിരിക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്കാം, വാ. അത് ശരിയാ, എന്റെ ആരുനെ ഒന്ന് അടുത്ത് കാണാനോ? ഓ, ഈ കാമുകന്മാരെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഏതായാലും രണ്ടിനും അസ്ഥിക്ക് പിടിച്ചിരിക്കുക, വാ. അതൊന്നും നിങ്ങളെ പോലെ സിംഗിൾ പെർസെന്റുകൾക്ക് മനസ്സിലാവില്ലടാ, അല്ല സുഖോ? അത് കായ് പറഞ്ഞത് ശരിയാ. ഫൈനലി എന്റെ കിയാര അത് മനസ്സിലാക്കി. കുക്കിയാണ് നിന്റെ പ്രശ്നത്തിനുള്ള റീസൺ എന്ന്. അതേ ആരും, he is my problem, my sweet problem. But എങ്ങനെ അത് ശരിയാവും? അവരെവിടെ കിടക്കുന്നു, നമ്മളെവിടെ? നമ്മളാണെങ്കിൽ സാധാരണക്കാരിലും സാധാരണക്കാർ അല്ലേ? അത് മാത്രമല്ല, ഇന്ത്യയിലെ കൊച്ചു കേരളത്തിൽ കിടക്കുന്ന നമ്മളെങ്ങനെ കൊറിയയില്? ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇതിപ്പോ ഓരോ ആർമീസും ആഗ്രഹിക്കുന്ന ഒരു നിമിഷമല്ലേ? മാത്രമല്ല, അവർക്ക് ഇത് വല്ലതും മനസ്സിലാവോ? ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കിയാര, നീ സാഡ് ആവല്ലേ? നിങ്ങളെ വിധി കണ്ടുമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നാവാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ അതേ വിധി നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടിക്കും. ഇപ്പൊ നീ ഹാപ്പി ആയിരിക്കും. പിന്നെ ഒരു കാര്യം, ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചോണ്ട് നടക്കരുത്. ഓക്കെ ഓക്കെ ആരു, താങ്ക്സ് ഫോർ കമ്മിങ് മൈ ലൈഫ്. നിന്റെ വരവ് എനിക്ക് ശരിക്കും ഒരു ആശ്വാസമായി. എന്നെ മനസ്സിലാക്കുന്ന എന്റെ സോളു ഇപ്പോൾ ശരിക്കും എന്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയി. ഇത്രയും ദിവസം ഞാൻ ഓരോ നിമിഷവും വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. എല്ലാരോടും ചിരിക്കും കളിക്കും ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഉള്ളിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു. സമാധാനമായി. കുക്കിച്ച, നിങ്ങൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഈ ഉള്ളവൻ ഇവിടെ ഇങ്ങനെ നിങ്ങളെയും ആലോചിച്ച് തല പോയിക്കുന്നത്. കുക്കിച്ച, ഐ ലവ് യു. ഹേ കിയാര, ഈ പെണ്ണിന്റെ കാര്യം. ആലുസേ, ഇന്ന് വന്നേ. ശോ, എന്റെ കിയാര, എന്തൊക്കെ കാണിക്കുന്നേ? വിട്ടേ. എടാ. Hey girls. Thank you for your love and support, armies. Story ishtaavane like, comment and subscribe our channel. Thanks for watching and love you, armies.